നമസ്കാരം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കഥ നമ്മുടെ കേരളത്തിലൊരു കൊച്ചു ഗ്രാമത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ആ ഗ്രാമത്തിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ വളരെയധികം പ്രണയത്തിലായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ച് അവർ പ്രണയിച്ച് പോയി. പെൺകൊച്ചിന് പഠിത്തം കഴിഞ്ഞു, +2 തോറ്റു, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീട്ടിൽ കല്യാണാലോചനയൊക്കെ തുടങ്ങി. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ പഠിക്കാൻ ഇച്ചിരി പിന്നോക്കം നിൽക്കുന്ന പെൺപിള്ളേരെ പെട്ടെന്ന് കെട്ടിച്ചു വിടണമെന്നൊരു എന്താ പറയുക, ഒരു പേടിയാണ്. അല്ല, കെട്ടിച്ചു വിടാൻ ഒരു ടെൻഡൻസി പൊതുവെ മാതാപിതാക്കൾക്കുണ്ട്. ഇത് തന്നെ ആ വീട്ടിൽ സംഭവിച്ചു. പെൺകുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണങ്ങളിലൊക്കെ വന്നു. അങ്ങനെ വീട്ടുകാരുടെ എതിർപ്പൊക്കെ അവഗണിച്ച്, അല്ലെങ്കിൽ ഈ ചെറുക്കനും പെണ്ണും കൂടെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു. ഈ പയ്യന് പറയത്തക്ക പഠിത്തമൊന്നുമില്ല. 10 കഴിഞ്ഞ് +2 പല പ്രാവശ്യം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, തോറ്റ് നിൽക്കുകയാണ്. അങ്ങനെ ഇവർ വിവാഹ ജീവിതം കഴിഞ്ഞെങ്കിലും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമൊന്നുമില്ല. പയ്യനൊരു ഓട്ടോറിക്ഷ എടുത്ത്